നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്രൈനെതിരെ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ പിന്തുണച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ. ആക്രമണത്തെ അപലപിച്ച് വോളോഡിമിർ സെലൻസ്കി. സിറിയയിൽ സുരക്ഷാ സേനയും ബഷർ അൽ അസദിന്റെ അനുയായികളും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. 2 ദിവസത്തിനകം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. US സർക്കാരിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഇലോൺ മസ്കും വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ട് തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് നൽകിയ ശക്തമായ മറുപടികളുടെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ റേറ്റിംഗുകൾ കുതിച്ചുയരുന്നു. ഉക്രൈനുള്ള രാഷ്ട്രീയ സൈനിക പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള USന്റെ നടപടികൾ യൂറോപ്പിനെ ഞെട്ടിച്ചുവെന്ന് ഒബ്സർവറിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സൂക് യോലിൻ വിചാരണയ്ക്ക് മുമ്പ് ജയിൽ മോചിതനായി. യൂൻ അറസ്റ്റിലായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് തങ്ങളുടെ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ US. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ബലൂചിസ്ഥാൻ പ്രവശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. US വിദേശ സഹായം വെട്ടിക്കുറച്ചതോടെ ഒമാനിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തി വന്നിരുന്ന 80-ലധികം അഫ്ഗാൻ പെൺകുട്ടികൾ മാതൃരാജ്യത്തേക്ക് മടങ്ങാനൊരുങ്ങുന്നു. റംദാനിൽ റെക്കോർഡ് തീർത്ഥാടകർക്ക് ഉംറയ്ക്ക് അവസരമൊരുക്കി മക്ക ഹറം പള്ളി. ബുധനാഴ്ച ഉംറ നിർവഹിച്ചത് 5 ലക്ഷത്തോളം തീർത്ഥാടകർ. വാർത്തകൾ വിശദമായി. ഡൊണാൾഡ് ട്രംപ് അകമഴിഞ്ഞ് പിന്തുണച്ചതോടെ ശനിയാഴ്ച റഷ്യ ഉക്രൈനെതിരെ അതിശക്തമായ ബോംബാക്രമണം നടത്തി. കുറഞ്ഞത് 14 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്തു. ആരും ചെയ്യുന്നത് പോലെയാണ് പുടിൻ ചെയ്യുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനെ ന്യായീകരിച്ച് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. കിഴക്കൻ ഡൊമസ്റ്റിക് മേഖലയിലെ ഡോബ്രോപിലിയയുടെ മധ്യഭാഗത്ത് 2 ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. 5 നിലകളിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ കെട്ടിടത്തിന് തീ പിടിച്ചു. അടിയന്തര സേവനങ്ങൾ എത്തിയപ്പോൾ റഷ്യ അതേ പ്രദേശത്ത് വീണ്ടും ആക്രമണം നടത്തി. 5 കുട്ടികൾ ഉൾപ്പെടെ 11 പേർ ഇവിടെ കൊല്ലപ്പെട്ടു. ഖാർക്കിവ് മേഖലയിലെ ബൊഹോദോഫിക് നഗരത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യൻ ആക്രമണത്തെ അപലപിച്ച് വോളോഡിമിർ സെലൻസ്കി ഈ നീക്കത്തെ നീചമെന്നാണ് വിശേഷിപ്പിച്ചത്. സിറിയയിൽ സുരക്ഷാ സേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷർ അൽ അസദിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു. സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളും 2 ദിവസത്തിനകം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നുവെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്റീവ് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ടവരിൽ 745 പേർ സിവിലിയന്മാരാണ്. ഇവരിൽ ഭൂരിഭാഗവും തൊട്ടടുത്തു നിന്നുള്ള വെടിയേറ്റാണ് മരിച്ചത്. ഇവരെ കൂടാതെ 125 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച ആരംഭിച്ച സംഘർഷം തുടരുകയാണ്. US സർക്കാരിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഇലോൺ മസ്കും വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് വ്യാജ വാർത്തയാണെന്ന് ആരോപിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത്. ഇലോൺ മസ്കും മാർക്ക് റൂബിയോയും തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്നും മറിച്ചുള്ള വാർത്തകളൊക്കെ വ്യാജ വാർത്തകളാണെന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് അവകാശപ്പെട്ടു. വനിതാ ദിനത്തിൽ റഷ്യയിലെ ഭരണകക്ഷിയിലെ പ്രാദേശിക ഉദ്യോഗസ്ഥർ ഉക്രൈനിൽ കൊല്ലപ്പെട്ട സൈനികരുടെ അമ്മമാർക്ക് ഇറച്ചി അരക്കൽ യന്ത്രങ്ങൾ സമ്മാനമായി നൽകിയത് വൻ വിവാദത്തിന് തുടക്കമിട്ടു. റഷ്യൻ സേനയുടെ ക്രൂരമായ തന്ത്രങ്ങളെ നടപ്പാക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. ശനിയാഴ്ച അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പൂക്കളും പെട്ടിയിലാക്കി ഇറച്ചി അരക്കൽ യന്ത്രങ്ങളും സമ്മാനമായി നൽകി ദുഃഖിതരായ അമ്മമാരെ സന്ദർശിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പുഞ്ചിരിക്കുന്ന ഫോട്ടോകൾ വടക്കൻ മാർമാൻസ് മേഖലയിൽ യുണൈറ്റഡ് റഷ്യ പാർട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഡൊണാൾഡ് ട്രംപിന് നൽകിയ ശക്തമായ മറുപടികളിലൂടെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ അംഗീകാര റേറ്റിംഗുകൾ കുതിച്ചുയർന്നു. ഉക്രൈനിൽ നിന്നുള്ള രാഷ്ട്രീയ സൈനിക പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള US നടപടികൾ യൂറോപ്പിനെ ഞെട്ടിച്ചുവെന്ന് ഒബ്സർവറിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ പറയുന്നു. ട്രംപിന്റെ തിരിച്ചുവരവ് മൂലമുണ്ടായ ആഗോള പ്രക്ഷുബ്ധതയോടെയുള്ള പ്രതികരണത്തിന് സ്റ്റാമറിന്റെ ലേബർ ഗവൺമെന്റ് മൊത്തത്തിൽ പൊതുജന പിന്തുണ നേടിയിട്ടുണ്ട്. സുരക്ഷ, സാമ്പത്തിക വിഷയങ്ങൾ എന്നിവയിൽ 1 മാസം മുമ്പുള്ള ഭയാനകമാം വിധം താഴ്ന്ന നിലയിൽ നിന്നും അദ്ദേഹത്തിന്റെ വ്യക്തിഗത റേറ്റിംഗുകൾ 10% വർദ്ധിച്ചു. പരമ്പരാഗതമായ പ്രതിരോധത്തിൽ ശക്തരായി കണക്കാക്കപ്പെടുന്ന കൺസർവേറ്റീവുകളേക്കാൾ പ്രധാന വിദേശ നയവും പ്രതിരോധ വെല്ലുവിളികളും കൈകാര്യം ചെയ്യുന്നതിൽ ലേബർ പാർട്ടിയാണ് ഇപ്പോൾ ഏറ്റവും മികച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നു. യുകെക്കെതിരായ ഭീഷണികൾക്കെതിരെ സഖ്യകക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിൽ ലേബറിനെതിരെ ഇഷ്ടപ്പെടുന്നതെന്നും ഏകദേശം 30% വോട്ടർമാർ പറഞ്ഞു.
ടോറികൾക്ക് ഇത് 18%. സായുധ സേനയ്ക്കും പ്രതിരോധത്തിനും ധനസഹായം അനുവദിക്കുന്നതിൽ 27% പേരും ലേബറിനെ പിന്തുണയ്ക്കുന്നു. ടോറികൾക്ക് 20%-ന് എതിരെയും ടോറികൾക്ക് 19% പേർ പറയുമ്പോൾ വിദേശത്ത് യുകെയുടെ പ്രശസ്തി സംരക്ഷിക്കാൻ ലേബർ പാർട്ടിക്ക് കഴിയുമെന്നാണ് 28% പേരും അഭിപ്രായപ്പെടുന്നത്. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സൂക് യോലിൻ വിചാരണയ്ക്ക് മുമ്പ് ജയിൽ മോചിതനായി. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജനുവരി 15-നാണ് യൂൻ അറസ്റ്റിലായത്. യൂനെ ഇനിയും കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് സിയോൾ കോടതി കസ്റ്റഡി റദ്ദാക്കിയത്. ഇതോടെ മോചനത്തിന് വഴിതെളിഞ്ഞു. നിയമവിരുദ്ധത തിരുത്താനുള്ള സിയോൾ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയുടെ ധൈര്യത്തെയും തീരുമാനത്തെയും അഭിമാനിക്കുന്നുവെന്ന് യൂൻ വ്യക്തമാക്കി. സിയോളിലെ പ്രധാന ജില്ലകളിലായി ഏകദേശം 55,000 യൂൻ അനുകൂലികൾ റാലി നടത്തി. റോമൻ അബ്രോമോവിച്ച് ചെൽസി ഫുട്ബോൾ ക്ലബ് വിറ്റതിനു ശേഷം ഉക്രൈനിൽ വാഗ്ദാനം ചെയ്ത 2.5 ബില്യൺ പൗണ്ട് നേടിയെടുക്കുന്നതിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തികളുമായി ഇതുവരെ ചർച്ച നടത്താതെ UK മന്ത്രിമാർ. റഷ്യയുടെ ഉക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തെ തുടർന്ന് UK സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് 2022-ൽ അബ്രോമോവിച്ച് ചെൽസി ക്ലബ് വിറ്റിരുന്നു. സമാഹരിച്ച 2.5 ബില്യൺ പൗണ്ട് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാനുഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് UK ബാങ്ക് അക്കൗണ്ടിൽ മരവിപ്പിച്ചിരുന്നു. അബ്രോമോവിച്ചിന്റെ പ്രതിനിധികളെയോ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഫൗണ്ടേഷന്റെ അംഗങ്ങളെയോ കാണാൻ തൊഴിൽ മന്ത്രിമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ജലകമ്പനികൾക്ക് മേൽ ചുമത്തുന്ന ദശലക്ഷക്കണക്കിന് പൗണ്ട് പിഴകൾ രാജ്യത്തിന്റെ ജലപാതകളെ സംരക്ഷിക്കുന്നതിനുള്ള പരിസ്ഥിതി പദ്ധതികൾക്ക് ധനസഹായം നൽകും. പണം ട്രഷറിയിലേക്ക് വഴിതിരിച്ചു വിടുമെന്ന ആശങ്കയ്ക്കിടെയാണ് തീരുമാനം. മലിനീകരണം സൃഷ്ടിക്കുന്ന ജലകമ്പനികൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പണം നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ കൺസർവേറ്റീവ് സർക്കാർ ജല പുനഃസ്ഥാപന ഫണ്ട് രൂപീകരിച്ചിരുന്നു. 2022 ഏപ്രിൽ മുതൽ 2023 ഒക്ടോബർ വരെയാണ് ഫണ്ടിന് പിഴയായ 11 മില്യൺ പൗണ്ട് ലഭിച്ചു. രാജ്യത്ത് ഉടനീളമുള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്ന പണം ട്രഷറി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായി ജനുവരിയിൽ റിപ്പോർട്ട് വന്നിരുന്നു. ഡെർബിഷെയറിലെ ഡെർവെന്റ് നദിയും നോർഫോക്ക് സഫോക്ക് അതിർത്തിയിലെ വേവ് നദിയും ഉൾപ്പെടെ നിരവധി നദികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി നദീ ട്രസ്റ്റുകൾ ബില്ലുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകരിച്ച അപേക്ഷകരെ തിങ്കളാഴ്ച അറിയിക്കും. ഈ വർഷം ജോലി ആരംഭിക്കും. ജലകമ്പനി പിഴകൾ പുറപ്പെടുവിച്ച അതേ പ്രദേശങ്ങളിലെ ജലപരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ നദികളും തടാകങ്ങളും കടലുകളും മലിനീകരണത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ് പറയുന്നു. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ US. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ യാത്രാ നിർദ്ദേശം. ഭീകര ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഷോപ്പിംഗ് മാളുകൾ, വിമാനത്താവളങ്ങൾ, സർവകലാശാലകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആശുപത്രികൾ എന്നിവയായിരിക്കാം ഭീകർ ലക്ഷ്യമിടുന്നത് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മുൻകാലങ്ങളിൽ US നയതന്ത്രജ്ഞരെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു. US എംബസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ സഹായം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഒമാനിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിവന്നിരുന്ന 80-ലധികം അഫ്ഗാൻ പെൺകുട്ടികൾ മാതൃരാജ്യത്തേക്ക് മടങ്ങാനൊരുങ്ങുന്നു. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് നിർത്തലാക്കിയതോടെയാണ് അഫ്ഗാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 90%-ലധികം വിദേശ സഹായ കരാറുകൾ ഇല്ലാതാക്കാനുള്ള ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും തീരുമാനത്തെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് USAID. ജനുവരിയിൽ പ്രസിഡന്റായി ചുമതല ഏറ്റപ്പോൾ തന്നെ ട്രംപ് ഈ ഫണ്ട് നിർത്തലാക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ദുബായിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി തൊഴിൽ കരാർ റദ്ദാക്കിയാൽ തൊഴിലാളികൾക്ക് തൊഴിലുടമ നഷ്ടപരിഹാരം നൽകണമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഏകപക്ഷീയമായി തൊഴിൽ കരാർ റദ്ദാക്കാതെ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായ ശേഷമാണ് തൊഴിൽ രേഖകൾ റദ്ദാക്കേണ്ടത്. നിർദ്ദിഷ്ട കാലാവധി നിശ്ചയിച്ച് ജോലിയിൽ പ്രവേശിച്ച ഒരാൾ കാലാവധി തീരും മുമ്പ് തൊഴിൽ ഉപേക്ഷിച്ചാൽ സ്പോൺസറെ മുൻകൂട്ടി അറിയിക്കണം. റംദാനിൽ റെക്കോർഡ് തീർത്ഥാടകർക്ക് ഉംറയ്ക്ക് അവസരമൊരുക്കി മിക്ക ഹറം പള്ളി. കഴിഞ്ഞ ബുധനാഴ്ച 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഉംറ നിർവഹിച്ചത്. ഒറ്റ ദിവസം ഇത്രയും പേർ ഉംറ നിർവഹിക്കുന്നത് ആദ്യമായാണ്. തീർത്ഥാടക പ്രവാഹത്തിനിടെയും സുഗമവും സുരക്ഷിതവുമായി തീർത്ഥാടനം ഉറപ്പാക്കാനാണ് നൂതന ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ വിജയമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം ക്രമീകരിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തത് ഒട്ടേറെ പേർക്ക് തടസ്സമില്ലാതെ അനുഷ്ഠാനം നിർവഹിക്കാൻ അവസരമൊരുക്കി. പുണ്യമാസമായ റംദാനിൽ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികളുമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം.
റംദാനിൽ ചില പ്രത്യേക ഭക്ഷ്യവിഭവങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്താണിത്. ഇറക്കുമതി ചെയ്ത പ്രാദേശികമായി ഭക്ഷണത്തിന്റെ നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറി സേവനങ്ങൾ ശക്തമാക്കൽ, ഭക്ഷ്യശാലകൾ പരിശോധന, ഉപഭോക്താക്കൾ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമായി സമൂഹമാധ്യമങ്ങൾ വഴി പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. സ്കോഡ ഓട്ടോ ഒമാനിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങി. അൽ ഫർദാൻ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രീമിയം മോട്ടോഴ്സുമായി സഹകരിച്ച് മസ്കറ്റിൽ പൂർണ്ണമായും അത്യാധുനിക ഡിജിറ്റൽ ഷോറൂമാണ് തുറന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ സെഡാനുകൾ, കോമ്പാക്ട് കുഷാക്ക് മുതൽ പുതിയ 7 സീറ്റർ കൊഡിയാക്ക് വരെയുള്ള വിശാലമായ SUV എന്നിവ ഉൾപ്പെടെ IC മോഡലുകൾ അവതരിപ്പിക്കും. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. നെഞ്ചുവേദനയെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ എയിംസിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അദ്ദേഹം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനിലയുടെ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. എയിംസിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവ് നാരംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ പരിശോധിക്കുന്നത്. ഡോക്ടർമാർ ഉപരാഷ്ട്രപതിയുടെ ആരോഗ്യനില സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസ്വാമി അന്തരിച്ചു. രാജ്യത്ത് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ആദ്യ ജഡ്ജിയാണ് ഇദ്ദേഹം. 1987 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തെന്ന ആരോപണത്തിന്മേലാണ് ഇംപീച്ച്മെന്റ് നേരിട്ടത്. കേരള ഹൈലൈറ്റ്സ്. CPM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഇന്നാണ് തീരുമാനിക്കുക. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. CPMന്റെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 21 പേരെ ഒഴിവാക്കും. പ്രായമാനദണ്ഡവും അനാരോഗ്യവും അച്ചടക്ക നടപടിയും പരിഗണിച്ചാണ് പുതിയ ഒഴിവുകൾ വരുന്നത്. നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പ്രായപരിധി മാനദണ്ഡ പ്രകാരം 11 പേരെ ഒഴിവാക്കും. 2025 ജനുവരി 1-ന് 75 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കാനാണ് ധാരണ. പാർട്ടി നേതൃത്വത്തിൽ നിന്നും AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, ഗോപി കോട്ടമുറിക്കൽ തുടങ്ങിയവർ പ്രായപരിധിയുടെ പേരിൽ ഒഴിയും. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിനിടെ 2 വനിതാ പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച CPM കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. ആറ്റുകാൽ വാർഡ് കൗൺസിൽ R ഉണ്ണികൃഷ്ണനെതിരെയാണ് ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30യോടെയാണ് സംഭവം. ക്ഷേത്രത്തിൽ തിരക്കുള്ള സമയത്ത് വരി നിൽക്കാതെ തന്റെ ഇഷ്ടക്കാരെ കൗൺസിലർ കടത്തിവിടാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 112.61 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 87.15 ഇന്ത്യൻ രൂപ, 1 യൂറോ 94.40 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ അടുത്തതോടെ മാറ്റി ഹെൻറിയുടെ പരിക്കിനെക്കുറിച്ച് ആശങ്കാകുലരാണ് ന്യൂസിലൻഡ് ടീം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെമി ഫൈനലിൽ ഹെൻറിക്ക് തോളിന് പരിക്കേറ്റിരുന്നു. ഇത് ഫൈനലിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അനിശ്ചിതത്വം ഉയർത്തുന്നു. നിലവിലെ ടീം മാനേജ്മെന്റ് ഹെൻറിയുടെ കാര്യക്ഷമത നിരീക്ഷിക്കുകയാണെന്നും പരിശീലന സെക്ഷനുകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സ്റ്റാൻറ്റ്നർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്രൈനെതിരെ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ പിന്തുണച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ. ആക്രമണത്തെ അപലപിച്ച് വോളോഡിമിർ സെലൻസ്കി. സിറിയയിൽ സുരക്ഷാ സേനയും ബഷർ അൽ അസദിന്റെ അനുയായികളും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. 2 ദിവസത്തിനകം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. US സർക്കാരിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലയുള്ള ഇലോൺ മസ്കും വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ട് തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് നൽകിയ ശക്തമായ മറുപടികളുടെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ റേറ്റിംഗുകൾ കുതിച്ചുയരുന്നു. ഉക്രൈനുള്ള രാഷ്ട്രീയ സൈനിക പിന്തുണ പിൻവലിച്ചുകൊണ്ടുള്ള USന്റെ നടപടികൾ യൂറോപ്പിനെ ഞെട്ടിച്ചുവെന്ന് ഒബ്സർവറിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സൂക് യോലിൻ വിചാരണയ്ക്ക് മുമ്പ് ജയിൽ മോചിതനായി. യൂൺ അറസ്റ്റിലായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് തങ്ങളുടെ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തി US. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ബലൂചിസ്ഥാൻ പ്രവശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്.
US വിദേശ സഹായം വെട്ടിക്കുറച്ചതോടെ ഒമാനിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തി വന്നിരുന്ന 80-ലധികം അഫ്ഗാൻ പെൺകുട്ടികൾ മാതൃരാജ്യത്തേക്ക് മടങ്ങാനൊരുങ്ങുന്നു. റംദാനിൽ റെക്കോർഡ് തീർത്ഥാടകർക്ക് ഉംറയ്ക്ക് അവസരമൊരുക്കി മക്ക ഹറം പള്ളി. ബുധനാഴ്ച ഉംറ നിർവഹിച്ചത് 5 ലക്ഷത്തോളം തീർത്ഥാടകർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.